നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ക്വസ്റ്റ്യൻസ് ആളുകളോട് ചോദിക്കുക എന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ? ഞാനിവിടെ 6 രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളിൽ ഓരോ സെൻറ്റൻസുകളിലും വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസ് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഒരു സംഗതി, ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ചെയ്യാറുണ്ടോ, അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നിങ്ങളൊരാളോട് ചോദിക്കുകയാണ്, നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ സംസാരിക്കാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ചോദിക്കുക? അത് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അങ്ങനെയാണ് ചോദിക്കുക. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, അതായത് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, സംസാരിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയുള്ള രൂപത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. സാധാരണ സംസാരിക്കാറുണ്ടോ. അപ്പോൾ യു ആയതുകൊണ്ടാണ് നമ്മൾ ഡു വെച്ചത്. ഡു യു സ്പീക്ക്, പിന്നെ സ്പീക്ക് എന്ന് പറഞ്ഞത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇതേ സംഗതി നമ്മൾ അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, അതായത് ഒരു സിംഗുലർ സ്വഭാവത്തിലുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡസ് എന്നാണ് പറയുക. സോ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നാണ്. ചോദ്യം മാറി. മറ്റേത് സംസാരിക്കാറുണ്ടോ എന്നാണ് പറഞ്ഞത്, സംസാരിക്കുന്ന സ്വഭാവമുണ്ടോ എന്നാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് ഡു യു വെച്ചിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ആർ യു സ്പീക്കിംഗ്. അത് മാറി, അതിൻ്റെ രൂപം മൊത്തം മാറി. സോ ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ യു ആയതുകൊണ്ടാണ് നമ്മളവിടെ ആറ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ. നിങ്ങളൊരാളോട് ചോദിക്കുകയാണ്, നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ. അപ്പോൾ ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി ഇതേ സംഗതി അവൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കുക? ഈസ് ഷീ. അവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ ഷീ ഈസ് എന്നല്ലേ പറയാം. അപ്പോൾ ഈസ് ഷീ സ്പീക്കിംഗ്, പിന്നെ സ്പീക്കിംഗ് അതായത് ING ഫോം ഓഫ് ദ വേർബ്. സോ ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എപ്പോൾ? ഇപ്പോൾ. സോ ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഒന്നാമത്തത് പറഞ്ഞത് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, സംസാരിക്കുമോ എന്നാണ്. രണ്ടാമത്തത് പറഞ്ഞത് നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ. സോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി മൂന്നാമത്തേത്, ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നീ ഇംഗ്ലീഷ് സംസാരിച്ചോ, നീ ഇംഗ്ലീഷ് സംസാരിച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഈ ചോദ്യം പാസ്റ്റിലുള്ള ചോദ്യമാണ്. സംസാരിച്ചോ എന്നുള്ളത് പാസ്റ്റ് ചോദ്യമാണ്. ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. പാസ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മളവിടെ ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. സോ ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡ് വെച്ചിട്ട് അതൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഡിഡ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്, ഡിഡ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അതായത് ഒരാളൊരു കാര്യം ചെയ്തോ. അപ്പോൾ നമുക്കൊന്നുകൂടി സ്റ്റാർട്ടിങ് മുതൽ പറയാം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. രണ്ടാമത്തേത് ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി മൂന്നാമത്തേത് ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. എന്താ ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇംഗ്ലീഷ് സംസാരിച്ചോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ. അവിടെ ആ കഴിയുക എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു പ്രാപ്തിനെ കുറിച്ചിട്ടും കൂടി നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളെങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്യാൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമോ എന്നല്ലേ. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുക എന്നല്ലേ. അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള സംഗതിയാണ് നമ്മൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്തൊരു ക്വസ്റ്റ്യൻ,
നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഈ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അതായത് ഇത് പ്രസൻറ്റിലല്ല, പാസ്റ്റിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരാൾ വിളിക്കുക, ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ നിങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, അല്ല ഞാനന്ന് വിളിച്ചപ്പോൾ നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴല്ല, പാസ്റ്റിൽ അങ്ങനെ നടക്കുകയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് പറയുക, വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. വേർ, WERE. സോ വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. മീനിങ് എന്താ? നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി ഇത് നമ്മൾ വേറെ, അതായത് സിംഗുലർ സബ്ജക്റ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇപ്പോൾ വേർ അതുപോലെ തന്നെ വാസ്, ഇത് രണ്ടും സിംഗുലറും പ്ലൂറലാണെന്ന് അറിയാലോ. സോ വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വാസ് ഹീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, വേർ ദേ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ, പാസ്റ്റിൽ. ഇനി ഇതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ, പ്രസൻറ്റ്. അതിൻ്റെ നേരെ പാസ്റ്റാണ് എന്ത്, വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് എന്തായിട്ട് മാറുന്നത്, വേർ യു സ്പീക്കിംഗ് ആയിട്ട് മാറുന്നത്. ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതാണ് വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ആയിട്ട് മാറുന്നത്. ആർ യു പറയുന്നതും അതുപോലെ തന്നെ ഈസ് ഷീ പറയുന്നതും പ്രസൻ്റ് ആണ്. വേർ യു പറയുന്നതും വാസ് ഷീ എന്ന് പറയുന്നതും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അപ്പോൾ നീ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മളൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരാളുടെ ഒരു താല്പര്യത്തെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വളരെ പൊളൈറ്റായിട്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഒരാളോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ വുഡ് യു ലൈക്ക് വെച്ചിട്ട് പറയാം. വാട്ട് ഈസ് ഇറ്റ്? വുഡ് യു ലൈക്ക്. അപ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതായത് നിങ്ങളുടെ പ്രിഫറൻസ് ആണോ. സോ അതെങ്ങനെ നമ്മൾ ചോദിക്കാം, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. വുഡ് യു ലൈക്ക് ടു വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതൊരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു ഭാഷയേക്കാൾ നിങ്ങൾ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഒരേ രൂപത്തിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത്, നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, ആർ യു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഈസ് ഷീ സ്പീക്കിംഗ്. ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓർ ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അടുത്തത്, നീ ഇംഗ്ലീഷ് സംസാരിച്ചോ, പാസ്റ്റിലുള്ള ചോദ്യം. അപ്പം നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് പറയാം അല്ലേ. സോ ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്, ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്. സംസാരിച്ചോ, സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ. അടുത്തത്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ. ആ കഴിയുക എന്നുള്ളതിനെ കാണിക്കാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. സോ ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്തത്, നീ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, പാസ്റ്റ് കണ്ടിന്യൂസ്. സോ വെർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, വാസ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ആൻഡ് ഫൈനലി, നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ. എന്തായിരുന്നു അത്, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ ഞാനിതിൻ്റെ ഒരു ക്വിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസാണ്. നിങ്ങളുടെ ഫ്രീ ടൈമിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. See you soon with another good topic. Till then, bye-bye.